Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram welcomes you all. Have a fantastic positive day. വളരെ സൂപ്പറായിട്ടൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നതല്ലേ. തെരഞ്ഞെടുപ്പിനോട് അടുത്ത് വരുന്നു. രംഗങ്ങളെല്ലാം വളരെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഹലോ ഗുഡ് മോർണിംഗ്. എന്നാണ് നല്ല വിശേഷം. രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയാണോ? വീഡിയോ കോളിലല്ലേ? അതെ ഫ്രണ്ട്സ്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കേരളം ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിലാണല്ലേ. അത് ചൂടുമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇന്നലെ ആരോഗ്യമന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നു. ഈ പിള്ളേർക്കൊക്കെ എന്ത് പറ്റി? പ്രതിഷേധം ഓക്കെ, ഒരു ഡ്യൂട്ടിയുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സ്പർശിക്കുന്നത് പോലും വലിയ കുറ്റകരവും ശിക്ഷാർഹവുമാണ്. 10 വർഷം വരെ തടവ് കിട്ടാൻ കുറ്റം. അന്നേരമാണ് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയെ കൈവച്ച. എന്തായിരിക്കും സ്ഥിതി? എന്തായാലും നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ പകരം വീട്ടിലും പ്രതിഷേധമൊന്നും ആർക്കും ഗുണം ചെയ്യത്തില്ല. എന്നിരുന്നാലും നേതാക്കന്മാർ ഈ പിള്ളേരെയൊക്കെ പിടിച്ച് മര്യാദയ്ക്ക് നിർത്താനുള്ള ഒരു ബാധ്യത ഏറ്റെടുക്കണം. ഇതേപോലെ തന്നെ അച്ചടക്കം കുറഞ്ഞ യുവതികൾ ഈ UDF നേതാക്കന്മാരെ വഴിയിട്ട് ചാർത്തിയ എന്തു ചെയ്യും? അത് കലാപത്തിലേക്ക് പോകും അല്ലേ. അതുകൊണ്ട് എല്ലാവരും സംയമനം പാലിക്കണം. എന്തായാലും മനോഹരമായൊരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. സാധാരണ ഗവൺമെൻറ് ഒരു ഇലക്ഷൻ വരുമ്പോഴേ എല്ലാ പത്രങ്ങളും TV-ക്കാരും ഒക്കെ അടിച്ചു വിടും ഭരണവിരുദ്ധ വികാരം. ഞാനിങ്ങനെ ശ്രദ്ധിക്കായിരുന്നു, എവിടെയെങ്കിലും ഭരണവിരുദ്ധ വികാരം ആരെങ്കിലും പറയുന്നുണ്ടോ? കുറച്ച് മാധ്യമങ്ങളും അതിൻ്റെ കച്ച കെട്ടിയ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്ന് ആത്മഹത്യ എന്ന് പറഞ്ഞ ചില ആശാന്മാരും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടെന്നല്ല. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടോ? ഇങ്ങനെ ജനങ്ങളെ ആശ്ലേഷിച്ച് ജനങ്ങളെ ചേർത്ത് നിർത്തി വികസന പ്രവർത്തനങ്ങളിൽ അവരെ ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു സൂപ്പർ ഭരണം ഇവിടെ നടക്കുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എന്തായാലും നല്ലൊരു ഗവൺമെൻറ് വരും. അതിനുള്ള മുന്നൊരുക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്കറിയാം. അപ്പം 10 വർഷം പുറത്തു നിന്നൊരു പ്രതിപക്ഷ പാർട്ടിക്ക് ഒട്ടു വളരെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസം നമുക്കറിയാം. സാമ്പത്തികമായി തൊട്ട് ഒത്തിരിയുണ്ട്. അപ്പം അവരും പരമാവധി പരിശ്രമിക്കുക. അത് ചെയ്യുന്ന കാര്യം. പക്ഷേ ഈ ഫിസിക്കൽ അറ്റാക്കും അട്രോസിറ്റീസും ഒന്നും ആർക്കും ഗുണം ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും കേരളത്തെ സ്നേഹിക്കുന്ന ഒരു ഗവൺമെൻറ് വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. പ്രാർത്ഥിച്ചിട്ടും ആശിച്ചിട്ടും അതിൻ്റെ പ്രവർത്തനവും വേണം അല്ലേ. നമ്മൾ ഓരോരുത്തരും രംഗത്തിറങ്ങണം. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് ശക്തിമത്തായ ഒരു വരണമെങ്കിൽ നമ്മൾ ഇറങ്ങി തിരിച്ച് പ്രവർത്തിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ കേരളം മുഴുവൻ ഓരോന്നായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതെല്ലാം വളരെ നല്ലതാണ്. ഒരു പാലം, ഒരു ജനങ്ങളുടെ അഭിലാഷം തീർത്തുകൊണ്ട് 2 കരകളെ ബന്ധിക്കുന്നൊരു വലിയ പാലം ആലപ്പുഴ വന്നു. വെരി ഗുഡ്. ഇതെല്ലാം നമുക്ക് സന്തോഷമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി എന്നെ സന്തോഷത്തിൽ ആഴ്ത്തിയത് മുണ്ടകൈ ചൂരൽമല ടൗൺഷിപ്പാണ്. ആ ടൗൺഷിപ്പിനെ പറ്റി ഒത്തിരി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കണം, അതിലെന്തെല്ലാം വേണം എന്നെല്ലാം പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തോടെ നോക്കിക്കാണാം. ചൂരൽമലയിൽ പിടഞ്ഞുപോയ ആ ജീവനുകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു.
അതേസമയം തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ആ ഒരു ദുഃഖം അകറ്റാൻ ഗവൺമെൻറ്റും ജനങ്ങളും മുമ്പോട്ട് വന്നതിൽ അഭിമാനം കൊള്ളുന്നു, സന്തോഷിക്കുന്നു. ഒന്നോർത്ത് നോക്കിയേ, ഈ അപകടം ഉണ്ടായി മരിക്കുന്ന സന്ദർഭത്തിൽ അവരൊക്കെ ഓരോ തുരുത്തിലും മലയിടുക്കുകളിലൊക്കെയാണ് താമസിച്ചിരുന്നത് അല്ലേ. അവർക്കൊക്കെ ഒരു ടൗണിൽ വന്ന് അന്തസ്സായിട്ട് ജീവിക്കാൻ കഴിയും എന്ന സ്വപ്നം പോലും ഉണ്ടായിരിക്കില്ല. ഇന്നെന്താ സ്ഥിതി? വാഹനങ്ങളും സ്കൂളും കോളേജും ഒക്കെയുള്ള ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഉള്ള ഒരു ടൗൺഷിപ്പിലാണ് അവർ ജീവിക്കുന്നത് അല്ലേ. ഒരുപക്ഷെ ഞാൻ ഒത്തിരി സെർച്ച് ചെയ്ത് നോക്കി, ലോകത്ത് നടന്ന ധാരാളം രാജ്യങ്ങളിൽ നടന്ന ഇതുപോലെയുള്ള അട്രോസിറ്റീസ്, അല്ലെങ്കിൽ അട്രോസിറ്റി എന്നല്ല അതിന് പറയുക, ഈ അത്യാഹിതങ്ങൾ, അതിന് എങ്ങനെയാണ് ഗവൺമെൻറ്റുകൾ അത് ടാക്കിൾ ചെയ്തതെന്ന് നോക്കി. അവരെല്ലാം കൊടുത്ത് ഫൈനാൻസ്, പണം കൊടുത്ത് അവരെ സജ്ജരാക്കുക. ഒരുപക്ഷെ അവർ ഡെവലപ്ഡ് കൺട്രി ആയതുകൊണ്ട് എഡ്യൂക്കേഷനും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് അത് മതിയായിരിക്കാം. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് ഒരു ടൗൺഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് അവരെ അവിടെ താമസിപ്പിക്കുന്നത്. കുടുംബത്തിന് അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് 2 ബെഡ്റൂം 3 ബെഡ്റൂമൊക്കെയുള്ള ബംഗ്ലാവ്, സൂപ്പർ ബംഗ്ലാവുകൾ നിർമ്മിച്ച് കൊടുക്കുന്നു. അതോടൊപ്പം ആശുപത്രി, അംഗനവാടി, ബസ് സ്റ്റാൻഡ്, വെള്ളം, വൈദ്യുതിയൊക്കെ അണ്ടർ ഇതാ ഭൂമിക്കടിയിൽ കൂടെ പോയിരിക്കുന്നത്. അവരുടെ പ്ലാനിങ് സൂപ്പറല്ലേ. അപ്പോൾ അവിടെ അവരെല്ലാം കൂടെ താമസിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സ്കൂള്, ദേവാലയങ്ങൾ എല്ലാം സുസജ്ജമാണ്. നമുക്കതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നമ്മുടെ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച അവർക്ക് താങ്ങ് തണലുമായിട്ട് നിൽക്കാൻ, ഗുഡ് മോർണിംഗ്, താങ്ങ് തണലുമായിട്ട് നിൽക്കാൻ നമ്മുടെ ഗവൺമെൻറ് ഗുഡ് മോർണിംഗ് കഴിഞ്ഞല്ലോ. വളരെ സന്തോഷമുണ്ട്. പിണറായി വിജയൻ ആ വീടൊക്കെ വിതരണം ചെയ്യുമ്പം നമുക്കതിൽ അഭിമാനമുണ്ട്. കാരണം ഒരിക്കലും അതിലൊരാൾ പറഞ്ഞ് ഞാൻ കേൾക്കുകയായിരുന്നു, ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ സ്വപ്നത്തിൽ പോലും ഈ കെടുതി ഉണ്ടാകാതിരിക്കുകയും ഞങ്ങൾ മണ്ണിനോട് മണ്ണിട്ട് ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇതുപോലൊരു ഭവനം ലഭിക്കുമായിരുന്നില്ല എന്നതിലൊരു കുടുംബനാഥൻ പറയുന്നു കരഞ്ഞുകൊണ്ട്. എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചൊരു കാര്യം സത്യമല്ലേ. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ടൗൺഷിപ്പിൽ പോയി, എവിടെയെങ്കിലും ഒരു വീട് വെച്ച് താമസിക്കാൻ പറ്റും, ഒരു ടൗൺഷിപ്പിൽ പോയി സ്കൂളും കോളേജും പോസ്റ്റ് ഓഫീസും ഷോപ്പിംഗ് കോംപ്ലക്സും അംഗനവാടിയും ഒക്കെയുള്ള ഹായ് ഗുഡ് മോർണിംഗ് ഒരു സ്ഥലത്ത് പോയി താമസിക്കാൻ അത് സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇന്ന് കോൺഗ്രസ് അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും ദീക്ഷണശാലികളായ ആളുകൾ പ്ലാൻ ചെയ്യും, ആ കൂടിയാൽ മതിയായിരുന്നു. ഇപ്പം കോൺഗ്രസ് ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വന്ന് എടുക്കാനാണ് കഴിവുള്ള ആളാണ്, വന്ന് തറക്കല്ലിടാൻ പോവുക. അപ്പുറേ വീട് ഹാൻഡ് ഓവർ ചെയ്യുന്നു.